ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അർച്ചന ഇപ്പോൾ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. സച്ചിക്ക് വേണ്ടി വഴിപാട് നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ വീട്ടിൽ പറയാതെയാണ് അർച്ചന ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സമയം തന്നെ ഗോകുലും അവിടേക്ക് വരുന്നു. എന്നാൽ അർച്ചന ഇത് കാണുന്നില്ല. അർച്ചന താലിമാലയിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കണ്ണടച്ച്. അങ്ങനെ ഇപ്പോൾ അർച്ചന കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഗോകുൽ അവിടെ നിൽക്കുന്നത് കാണുന്നു. ഗോകുൽ ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, താനെന്തൊരു വാക്കുപോലും പറയാതെ അമ്പലത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഞാനും അമ്പലത്തിലേക്ക് വരാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു എന്ന് ഗോകുൽ പറയുമ്പോൾ ഉടനെ അർച്ചന പറയുന്നുണ്ട്, സോറി ഗോകുൽ, മനഃപൂർവ്വം പറയാതിരുന്നതല്ല. രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഗോകുലിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനൊരു ഓട്ടോ വിളിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ സാരമില്ല എന്ന് ഗോകുൽ പറയുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും പ്രാർത്ഥിച്ചോടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് അർച്ചന ഒരു കാര്യം ആലോചിക്കുന്നത്. തിരുമേനി ഇപ്പോൾ വന്ന് സച്ചിയുടെ പേര് വിളിക്കുമല്ലോ എന്നുള്ളത് വഴിപാട് തരാനായി. ഈശ്വര, ഗോകുൽ കേട്ടത് വലിയ പ്രശ്നമാകുമല്ലോ. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ഗോകുലിന് മനസ്സിലാകുമല്ലോ. ഈശ്വര, ഗോകുലിനെ ഇവിടെ നിന്ന് മാറ്റാൻ എന്താ ഒരു വഴിയെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് നിൽക്കുകയാണ് അർച്ചന. ഈ സമയം അവിടേക്ക് തിരുമേനി പ്രസാദവുമായി വരികയാണ്. എന്നിട്ട് ഓരോരുത്തരുടെയും പേരും നാളും വിളിക്കുന്നു. താൻ പ്രസാദം വാങ്ങി ഇവിടെ നിൽക്കുക, അപ്പോൾ ഞാൻ ഒന്നുകൂടി വലം വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം സച്ചിദാനന്ദൻ കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞ് ആ പ്രസാദം ഇപ്പോൾ തിരുമേനി അർച്ചനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അർച്ചന ഗോകുലിനെ ഒന്ന് നോക്കി ഗോകുൽ അത് കേൾക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വാങ്ങുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചന ഗോകുലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഗോകുലാണെങ്കിൽ ആ പ്രസാദം ഇങ്ങനെ തന്നേ എന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യിൽ നിന്നും അത് വാങ്ങുന്നു. അതിലാണെങ്കിൽ സച്ചിയുടെ പേരും നാളും എഴുതിയ രസീത് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കാറ്റ് വന്ന് ഇങ്ങനെ ആ രസീത് ഇങ്ങനെ ഇപ്പുറത്തേക്ക് മറിഞ്ഞു പോകുന്നുണ്ട്. അത് കാരണം പേരും നാളും കാണുന്നില്ല. ഗോകുലിനകത്ത് ചന്ദ്രൻ എടുത്ത് നെറ്റിയിൽ തൊടുകയും ചെയ്യുന്നു. സമാധാനത്തോടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ശേഷം കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആരതിയും ബിജുക്കുട്ടനും കൂടി. ബിജുക്കുട്ടനാണ് കാർ ഓടിക്കുന്നത്. അമ്മ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ബിജുക്കുട്ടൻ പറയുമ്പോൾ ആരതിയും പറയുന്നുണ്ട്, അമ്മയോട് പറഞ്ഞിരിക്കുന്നത് ദൂരെ ഒരു ഓട്ടം പോയിരിക്കുകയാണെന്നാണ്. അല്ലാതെ എന്ത് പറയും, ഇങ്ങനൊരു അബദ്ധം കാണിച്ചെന്ന് പറഞ്ഞാൽ അമ്മ അത് സഹിക്കുമോ എന്ന് ആരതി പറയുന്നു. ആ മത്സ്യത്തൊഴിലാളികൾ കണ്ടതുകൊണ്ട് സച്ചിയെ അവർക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു, ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് ആരതി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ നടന്ന സംഭവങ്ങളൊക്കെ ഒന്നുകൂടി ആലോചിക്കുന്നുണ്ട് സച്ചി. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല സച്ചി, ചെയ്ത ആ ഒരു അബദ്ധം എത്ര ഭീകരമാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്നു. ഉടനെ ബിജുക്കുട്ടൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു വക്കീലെ, ഇനി ആ കാര്യം ഓർമ്മിപ്പിക്കരുതേ. അവർ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാറിലിരിക്കുന്ന ഇവനെ ആംബുലൻസിൽ കൂട്ടിക്കൊണ്ട് പോകേണ്ട അവസ്ഥയായിരുന്നേനെ. ഇവനൊന്നും അറിയണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബിജുക്കുട്ടൻ കരയുന്നുണ്ട്. ഇത് കണ്ട് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരയുന്നത് എന്ന്. സന്തോഷം കൊണ്ടാടാ, പിന്നല്ലാതെ. അവരെ ചോദ്യം കേട്ടില്ല ഞാൻ എന്തിനാ കരയുന്നതെന്ന് എന്നൊക്കെ ദേഷ്യത്തോടെ ബിജുക്കുട്ടൻ പറയുന്നുണ്ട്. സച്ചി ഓർത്ത് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എന്താണ് സച്ചി ആലോചിക്കാത്തത് എന്നൊക്കെ ആരതി ഇങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് സച്ചിയുടെ കയ്യിൽ ആരതി ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, തകർന്നു പോകരുത്, എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഞങ്ങളെല്ലാവരും ഇല്ലേ. താമസിക്കാതെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. താമസിയാതെ അർച്ചനയും കുഞ്ഞും സച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഇപ്പോൾ ആരതി. ശേഷം കാണിക്കുന്നത് സ്നേഹയാണ്. സ്നേഹം മുറ്റമടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പോൾ സച്ചിയൊക്കെ കാറിൽ അവിടേക്ക് വരുന്നു. ഉടനെ ആരതി പറയുന്നുണ്ട്, ഇവിടെയുള്ളവർ ഒന്നും അറിഞ്ഞിട്ടില്ല, അതനുസരിച്ച് വേണം പെരുമാറാൻ എന്ന് പറയുന്നുണ്ട്. സ്നേഹ ഇപ്പോൾ സച്ചിയെ കണ്ട പടയേട്ട എന്ന് വിളിച്ച് ഓടി അരികിലേക്ക് വരുന്നുണ്ട്. കമലയും തൊട്ട് പിന്നാലെ ഇറങ്ങി വരുന്നുണ്ട്. ആതിരയും അനഘയും അവിടേക്ക് എത്തുന്നുണ്ട്. സച്ചി മോനെ, നീ എവിടെയായിരുന്നു? എവിടെയെങ്കിലും പോയാൽ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്താണ് നിൻ്റെ മുഖമാകെ വിളറിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കമല. ഒന്നുമില്ല, അമ്മയ്ക്ക് വെറുതെ തോന്നിയതാണ് എന്ന് സച്ചി പറയുമ്പോൾ, അതല്ല, എനിക്ക് തോന്നിയതല്ല, നിൻ്റെ മുഖത്ത് നല്ല വിളർച്ചയുണ്ട് എന്നൊക്കെ കമല വീണ്ടും പറയുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ ഒരു ഓട്ടത്തിനല്ലേ ഇന്നലെ പോയത്. എന്തൊരു ലോങ് ട്രിപ്പ് ആയിരുന്നു, നേരം വെളുക്കുന്നത് വരെ ഓട്ടോ ഓടിക്കൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇപ്പോൾ ബിജുക്കുട്ടൻ. ഇനി രാത്രിയുള്ള ഓട്ടം വേണ്ട, രാത്രി നീ എങ്ങോട്ടെങ്കിലും പോയാൽ പിന്നെ ഞങ്ങൾക്കൊരു മനസ്സമാധാനം വേണ്ടേ എന്ന് കമല ഇപ്പോൾ സച്ചിയോട് പറയുന്നു. എന്നിട്ട് ആരതിയോട് പറയുന്നുണ്ട്, മോളെ, നീയെങ്കിലും ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. റെസ്റ്റ് എടുക്കാതെയുള്ള ഈ ഓട്ടം ഒന്നും നമുക്ക് വേണ്ട, അതിൽ കുറച്ചുള്ള പണമൊക്കെ നമുക്ക് കിട്ടിയാൽ മതി. ഓരോ ദിവസം എത്ര അപകടങ്ങളാണ്, ഓർക്കുമ്പോൾ പേടിയാകുന്നു എന്നൊക്കെ കമല പറയുന്നത് കേട്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, കുറച്ച് കിടക്കട്ടെ, കുറച്ച് നേരത്തേക്ക് എന്നെ ആരും ശല്യപ്പെടുത്താൻ വന്നേക്കരുത് എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ബിജുക്കുട്ടനും ആരതിയും തിരിച്ചു പോകാൻ നിൽക്കുന്നുണ്ട്. ഉടനെ കമല പറയുന്നുണ്ട്, ബിജുക്കുട്ടൻ ഓട്ടം ഉള്ളതല്ലേ, ബിജുക്കുട്ടൻ പോയിക്കോട്ടെ, മോൾ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ഇപ്പോൾ ആരതിയെ നിർബന്ധിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കമലയൊക്കെ. എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നും പറയുന്നു. ശേഷം കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ഇപ്പോൾ
പാലടുപ്പിൽ വെച്ച് എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാല് തിളച്ച് തൂവി പുറത്തേക്ക് പോകുന്നത് അർച്ചന അറിയുന്നില്ല. ഈ സമയത്തേക്കാണ് ശോഭന എവിടേക്ക് വരുന്നത്. ശോഭന ഇത് കാണുന്നു. ഓടി വന്ന് തീ ഓഫ് ചെയ്യുന്നുണ്ട്. നല്ല പണിയാണ് മോള് കാണിച്ചത്. പാല് മുഴുവൻ തിളച്ച് തൂവി പോയല്ലോ. എന്താ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ശോഭന ചോദിക്കുമ്പോൾ, ഞാൻ പെട്ടെന്ന് എന്തോ ആലോചിച്ച് പോയി, പാല് തിളച്ചത് ഞാൻ കണ്ടില്ല എന്നൊക്കെ അർച്ചന പറയുമ്പോൾ, ശോഭന ഇപ്പോൾ ആ ഗ്യാസ് സ്റ്റൗ എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. നിന്റെ മനസ്സ് ഇവിടെയൊന്നുമല്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ആ മഠത്തിൽ പോയതിനു ശേഷം മോളിപ്പോൾ പഴയ സമൃദ്ധയല്ല, മോൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ ശോഭന പറയുന്നു. നിന്റെ ഈ സങ്കടം കാണുമ്പോൾ അമ്മയുടെ ഉള്ളിൽ നീറുകയാണ്. നമുക്കുടനെ ഒരു ജ്യോത്സ്യനെ കാണാൻ പോകാമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ശോഭന അർച്ചനയോട്. ഈ സമയം അവിടേക്ക് ശിശിരയും വരുന്നുണ്ട്. ഇനിയും ഓരോ ജ്യോത്സ്യന്മാരെ കാണിച്ച് സമൃദ്ധിയെ ശ്വാസം മുട്ടിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? കണ്ട ഓരോരുത്തരെയും വാക്ക് കേട്ട് ഓരോ സ്വാമിമാരുടെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കുന്ന കാര്യം അതൊന്നും തന്നെ നിർത്ത്. എങ്കിലും ഈ വീട്ടിലെ സന്തോഷം നിലനിൽക്കൂ. ഗൗരിമോള് വളർന്നു വരികയാണെന്നുള്ള ബോധം എല്ലാവർക്കും വേണം. നീ പഴയ സമൃദ്ധിയായ മതി, എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊക്കെ ശിശിര ഇപ്പോൾ അവിടെ നിന്ന് പറയുകയാണ്. ഉടനെ അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. പഴയതുപോലെ ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഞാൻ ആവുന്നത് പോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കുന്നില്ല. നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിന് ഞാൻ അർഹയാണോ എന്ന് പോലും എനിക്കറിയില്ല. ഈ ചുവരുകൾക്കുള്ളിൽ എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ തന്നെ തോന്നുകയാണ് എന്ന് പറയുന്നത് കേട്ട് ഇപ്പോൾ ശോഭന പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത്? നീ ഗൂഗിളിൻ്റെ ഭാര്യയാണ്, ഈ വീടിൻ്റെ ഐശ്വര്യമാണ്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, എന്ത് ഐശ്വര്യം? അത് അമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ട് വെറുതെ പറയുന്നതാണ്. ഞാൻ കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് വേദനിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായി അറിയാം. പ്രത്യേകിച്ച് ഗൂഗിൾ. അതോർക്കുമ്പോഴാണ് എനിക്ക് വല്ലാതെ സങ്കടം വരുന്നത്. അതെങ്ങനെയാണ് ഞാൻ പരിഹരിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്കൊരു രൂപവുമില്ല. നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നുകയാണെന്നും അർച്ചന പറയുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ ശിശിര ചോദിക്കുന്നുണ്ട്, പഴയതെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ മുറിയിലേക്ക് പോകട്ടെ, എനിക്ക് കുറച്ച് സമയം തനിച്ചു നിന്നിരിക്കണം എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ മുറിയിലേക്ക് പോകുന്നു. അർച്ചന പോയതിന് ശേഷം ശോഭന പറയുന്നുണ്ട്, ആ ശിവയോഗി ഇവളുടെ ദേഹത്ത് എന്തെങ്കിലും ബാധയെ കയറ്റി വിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയുണ്ടോ? ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ്. ചില സമയം ചിരിക്കും, ചില സമയം കരയും, ചില സമയം ഇതുപോലെ ആരും കാണാതെ ഒറ്റയ്ക്ക് മുറിയിൽ പോയിരിക്കും. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ എന്നൊക്കെ ശോഭന പറയുന്നത് കേട്ട് ശിശിര പറയുകയാണ്, എൻ്റെ അമ്മ ഇത് ബാധയൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് അവൾക്കിപ്പോൾ ഗോകുലിൻ്റെ ഭാര്യയെ ജീവിക്കാൻ പറ്റുന്നില്ല, അത്ര തന്നെ. അത് നല്ലൊരു കൗൺസിലിംഗ് കൊടുത്താൽ ചിലപ്പോൾ മാറിയേക്കും എന്ന് പറയുന്നു. അവളുടെ ഉള്ളിൽ ആ മഠത്തിൽ നിന്ന് വന്നതിന് ശേഷം എന്തുകൊണ്ട് നമ്മുടെ പഴയ സമ്പ്രദായമല്ലത് എന്ന് ശോഭന പറയുമ്പോൾ, അവൾക്കിനി പഴയത് വല്ലതും ഓർമ്മ വന്ന് കാണുമോ എന്ന് ശിശിര ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു സംശയത്തോടെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ശോഭന. ശേഷം കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ഇപ്പോൾ വളരെയധികം വിഷമത്തോടെ ഓരോന്നും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് ആരതി വരുന്നു. സ്നേഹിക്ക് നല്ല സംശയമുണ്ടല്ലേ എന്ന് ആരതി ചോദിക്കുമ്പോൾ, അവൾ എന്തൊക്കെയോ എന്നോട് ചോദിച്ചു എന്ന് സച്ചി പറയുന്നുണ്ട്. സച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എല്ലാവരും തകർന്നു പോയേനെ എന്ന് ആരതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാനും ഒരു മനുഷ്യനല്ലേ. 10 വർഷം എൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്ന കനൽ ആരോ കാറ്റൂതി തെറിപ്പിച്ചതുപോലെ എനിക്ക് ഇന്നലെ തോന്നി. അവളിനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊരു തോന്നൽ. ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് എനിക്ക് തോന്നി. ഒരു നിമിഷം മനസ്സ് കൈവിട്ടു പോയി, പിന്നെ ഒന്നും ചിന്തിച്ചില്ല എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട്, ശരിക്കും ആ പാർക്കിൽ എന്താണ് സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആരതി. അങ്ങനെ ഇപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ അർച്ചന ദേഷ്യപ്പെട്ട കാര്യങ്ങളും അതെല്ലാം തന്നെ ഇപ്പോൾ സച്ചി ആരതിയോട് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടാൽ എങ്ങനെയാണ് എൻ്റെ മനസ്സ് പിടയ്ക്കാതിരിക്കുന്നത്? ഞാനിപ്പോഴും അവളുടെ ഭർത്താവാണ്. അവളാണ് ഒരു പരിചയമില്ലാതെ എന്നെ തട്ടിമാറ്റിയത് എന്നൊക്കെ സച്ചി ഇപ്പോൾ ആരതിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആരതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സച്ചി പ്രാണനെ പോലെ സ്നേഹിക്കുന്നവൾക്ക് വേണ്ടി സച്ചി മരിക്കാൻ തുടങ്ങി. പക്ഷേ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടും പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്നെ കണ്ടില്ലല്ലോ, ഇപ്പോഴും കാണുന്നില്ല, ഇനി ഒരിക്കലും അത് കാണില്ല എന്ന് എനിക്കറിയാം. പക്ഷേ മരണം വരെ സച്ചി എൻ്റെ ഉള്ളിൽ ഒരു തീരാത്ത വേദനയായിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു. ഉടനെ സച്ചി പറയുന്നുണ്ട്, വക്കീലിനെ പോലെ ഒരു ആത്മസുഹൃത്തിനെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം. ഈ ചേർത്ത് നിർത്തലിനും ആശ്വസിപ്പിക്കലിനും എങ്ങനെയാണ് ഞാൻ കടമേറ്റേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇപ്പോൾ സച്ചി ആരതിയോട് പറയുന്നു. ഉടനെ ആരതി പറയുന്നുണ്ട്, ഇത് ത്യാഗമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കടമകളാണിതൊക്കെ എന്ന് പറഞ്ഞ് ആരതി സച്ചിയുടെ കയ്യിൽ പിടിച്ച് സച്ചിയെ സമാധാനിപ്പിക്കുകയാണ്. സൗഹൃദമെന്ന് പറയുന്നത് അതിരുകളില്ലാത്ത കൊടുക്കൽ വാങ്ങലുകളാണ്. സച്ചിയുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്തിനും എന്ന് പറഞ്ഞ് ഒരു ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട് ആരതി സച്ചിക്ക്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.